ഹലോ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ചധികം ഹാപ്പിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഫസ്റ്റ് എവർ സ്റ്റേക്കേഷന് പോയിക്കായിരുന്നു. വേറെ എവിടെയല്ല, എവിടെയാ, തേക്കടിക്ക്. അവിടുത്തെ ക്ലൈമറ്റും എല്ലാം എന്തോ ജൂൺ ആകുമ്പോഴത്തേക്കും നല്ല ഓവർ മഴ ഇതൊക്കെ ആയി കൊള്ളാമെന്ന് വിചാരിച്ചു. പക്ഷേ അൽഹംദുലില്ലാ നല്ല സെറ്റപ്പ് ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ 2 years ആയിട്ട് എൻ്റെ ബ്രദർ യൂറോപ്പിലായിരുന്നു. കഴിഞ്ഞ മാസം ആളുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് മുതലേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊന്നും നടന്നില്ല. പക്ഷെ ഇപ്പോൾ ജൂണായി, പെരുന്നാളുടെ ടൈം ആയപ്പോഴത്തേക്കാണ് കേൾക്കുക പെട്ടെന്ന് പറഞ്ഞത് ഈ അടുത്ത് തന്നെ എവിടെയെങ്കിലും പോകാന്നുള്ള കാര്യം. പക്ഷേ ഉമ്മയ്ക്ക് ക്ലാസ് തുടങ്ങിയിരുന്നു. ഉമ്മ ടീച്ചറാണ്. ക്ലാസ് തുടങ്ങിയായിരുന്നു. അപ്പം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പെരുന്നാളുടെ അവധി കിട്ടിയ ടൈമിൽ ഞങ്ങൾ നൈസായിട്ട് വീട്ടിൽ നിന്ന് ചാടി. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഗൂഗിളിനെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഒരു 5:45 ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അവിടെ എത്തിയത് 10 മണിക്ക്. അത്രയും ടൈമിൻ്റെ ആവശ്യമില്ല. ഉണ്ട്. എന്നാലും കുറച്ചധികം ലേറ്റ് ആവാൻ കാരണം ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് പണി തന്നതാ. ഞങ്ങൾ നല്ലൊന്നാതിരി ഹൈവേ കിടന്നിട്ട് അതിൽ കൂടെ കൊണ്ടുപോകാണ്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത കുറുക്ക് വഴി കൂടെയും ആളുമില്ല, വെട്ടമില്ല, വെളിച്ചില്ലാത്ത വഴി കൂടെയൊക്കെയാണ് ഞങ്ങളെ കയറ്റിയിറക്കിയത്. എന്താണേലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തിയില്ലോ, അത് മതി. അൽഹംദുലില്ലാ ഹൈർ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് പറ്റിയ വൈബ്, നല്ല കോസി, ഫീൽ ഗുഡ്, എസ്തറ്റിക്. ആ രാത്രി നല്ല രസമായിരുന്നു. നല്ല വാം ലൈറ്റൊക്കെ ആയിട്ട്. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്ക വൈകിട്ട് തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഫുഡിൻ്റെ കാര്യം. അപ്പോൾ അവർ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നേരെ റൂമിലേക്കാണല്ലോ പോവുക. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്നെ ആ റൂമിലിട്ടാൽ ഞാൻ എത്ര നാൾ വേണേലും അവിടെ നിൽക്കും. അങ്ങനത്തെ അടിപൊളി റൂമായിരുന്നു. ഞങ്ങൾ 2 റൂം ബുക്ക് ചെയ്തായിരുന്നു. ഉമ്മയും അബ്ബാക്കും വേണ്ടി ഒരു റൂം, ഞാനും ഇക്കാക്കും ഒരു റൂം. അത് കഴിഞ്ഞ് രാത്രി ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല പൊറോട്ടയും ബട്ടർ ചിക്കനൊക്കെ വാങ്ങിയായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പായിട്ട് പോയി കിടന്നുറങ്ങി. ഇക്കാക്ക രാത്രി ഫുട്ബോൾ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് അത് കാണാനിരുന്നു. ഞാനൊരു 12:30 ആയപ്പോഴത്തേക്കും കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ രാത്രി ഇക്കാക്ക പറഞ്ഞു, എന്നെ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ചിട്ട് പറഞ്ഞു, മേളിൽ കൂടെ ആരോ നടക്കുന്നില്ലേ, സൗണ്ട് കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, കാടാണല്ലോ, അപ്പൊ കുരങ്ങനായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് കിടന്നിട്ട് ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഉമ്മയൊന്ന് പറഞ്ഞു, കുരങ്ങനുണ്ട് പുറത്ത്, വാ കാണിച്ചരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് സമാധാനമായി. കാരണം രാത്രി കേട്ടത് കുരങ്ങൻ തന്നെയെന്ന് അപ്പം ഇതാകാമല്ലോ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല അടിപൊളി. രാത്രി നല്ല തണുപ്പായിരുന്നു. രാവിലെയും അത്ര തണുപ്പില്ലെങ്കിലും ഒരുവിധം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ്. മഴയില്ല, വെയിലില്ലാത്ത നല്ലൊരു ആ ഒരു കുളിര് പോലത്തെ ആ ഒരു ഇത്. പിന്നെ പുറത്ത് നല്ല കിളികളുടെ കളകളാരവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് വൈബായിരുന്നു. അങ്ങനെ ഓവർ ക്രൗഡോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പോയത് ഒരു വീക്ക് ഡേ ആയത് കാരണം ക്രൗഡഡ് ആയിരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഫ്രീ സ്പേസ് കിട്ടിയായിരുന്നു അവിടെ. പിന്നെ ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ ഇതിപ്പോൾ ക്രൗഡായിട്ടുള്ള പ്ലേസ് ആണെങ്കിലും എവിടെയാണേലും ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ അവിടെയാണല്ലോ ഹാപ്പിനെസ്. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോയതായത് കാരണം, ഫാമിലിയുടെ കൂടെ ആയത് കാരണം നല്ല വേറൊരു തന്നെ എന്താ പറയുക, നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ ഇരുന്ന് ആടി. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്ലാൻഡ് അല്ല, തീരെ പ്ലാൻഡ് അല്ല. രാവിലെ എണീറ്റപ്പോഴാണ് ഉമ്മയെന്ന് പറഞ്ഞത്, ഇടി ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആടിയെന്ന്. അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി. ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. ഞങ്ങൾ കിട്ടിയ ടൈം ഉമ്മയ്ക്കും സ്കൂളും എല്ലാം കൂടി മാച്ചായി കിട്ടിയ ദിവസം നോക്കി ട്രിപ്പ് പോയതാണ്. പക്ഷെ എന്തോ സെയിം ഡേ അത് വന്നു. അവരെൻജോയ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് പോകുന്ന വഴി, അതായത് തിരിച്ചു പോരുന്ന വഴി, ഇക്കാക്കനെ ആനേൻ്റെ പുറത്ത് കയറ്റാന്ന് പറഞ്ഞു. അതൊന്നും നടന്നില്ല. വീക്ക് ഡേ ആയത് കാരണം അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രാത്രി വന്നത് കാരണം പുറത്തുള്ള വ്യൂ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെയാണ് അതൊക്കെ കണ്ടേ. പറഞ്ഞില്ല, ക്ലൈമറ്റ് നല്ല സെറ്റപ്പ് ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്താ എല്ലാം നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് പോരാൻ പറ്റി. പിന്നെ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. കുട്ടി കുട്ടി വാട്ടർഫോൾസ് ഉണ്ട്. അത് കുറേ കണ്ട്. എനിക്ക് 2-3 ഷോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എവിടെ ഉണ്ടാവാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കൂടുതലും ലിവ് ഇൻ ദ മൊമെന്റ് കൈൻഡ് ഓഫ് പേഴ്സണാണ് ഞാൻ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബ്രഞ്ചാക്കി രാവിലത്തെ ഉച്ചക്കത്തും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്നും പറഞ്ഞ് ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ സെറ്റപ്പ് ഉണ്ടപ്പോൾ നല്ല സെറ്റപ്പ് ഫുഡായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത്രക്ക് അങ്ങോട്ട് സെറ്റപ്പ് ആയില്ല. വിശപ്പുണ്ടായത് കാരണം കഴിച്ചു. കുഴപ്പമില്ല. അത് ഇനി ഞങ്ങൾ പോകുന്ന വഴി കുറേ തോട്ടങ്ങളുണ്ട്. തേയിലത്തോട്ടം കണ്ട്, ഏലത്തോട്ടം കണ്ട്. ഏലത്തോട്ടം ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഏലക്കൊക്കെ ഉണ്ടായി കിടക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന വഴി ഒരു മലേൻ്റെ മേളിൽ നിന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലൈമറ്റ്
അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്ര അടിപൊളി ക്ലൈമറ്റ് ആയത് കാരണം. ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഇതുങ്ങളെ രണ്ടിനെയും കണ്ട് നല്ല രസമുണ്ടായിരുന്നു രണ്ടിനെയും കാണാൻ. അതുങ്ങളും അതുങ്ങളുടെ ഒഴിക്കും പോയി, പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒഴിക്കും പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ വെയിലും ആ ഒരു മറ്റേ മലയുടെ മേളിലൊന്നും അടിച്ചിട്ട് ആ ഒരു കളർ ഇത് കണ്ടോ, ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ, നല്ല രസമില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി കുട്ടി വാട്ടർഫോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ മലകളല്ല പാറകളിൽ ഇങ്ങനെ വെള്ളം എന്താ ഇനി പറയാവോ, ഉറവ് വന്നു പോലെ ഇങ്ങനെ കുട്ടി അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതേ, അത് നല്ല രസമുണ്ടായിരുന്നാണ്. പിന്നെ പയ്യെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം അത്രേ ഉള്ളൂ, ബൈ.